2022 MG യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ നടന്ന സെക്കൻഡ് സെമ്മിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ് ടെക്നിക്സ്? എന്താണ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫയോളും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ FW ടൈലറും പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ എന്തിനാണ് മാനേജർമാർ അവരുടെ സ്ഥാപനത്തിലെ എഫിഷ്യൻസി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്തുടരേണ്ടുന്ന, ഫോളോ ചെയ്യേണ്ടുന്ന സിസ്റ്റമാറ്റിക് മെത്തേഡുകളെയാണ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആർ സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് വർക്ക്. പലതരം മാനേജ്മെൻറ്റ് ടെക്നിക്കുകളുണ്ട്. ഹെൻറി ഫയൽ പറഞ്ഞതോ FW ടൈലറോ പറഞ്ഞതോ മാത്രമല്ല. 6 സിഗ്മ അതൊരു ജാപ്പനീസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ബജറ്റിംഗ്, 6 സിഗ്മ എന്നുള്ളത് 100% ആക്യുറസി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഫോക്കസ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ബജറ്റിംഗ് അതൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ നമ്മുടെ വരുമാനവും ചെലവും പരസ്പരം ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനവും ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചെലവും എത്രയാണെന്ന് പ്ലാൻ ചെയ്യലാണ് ബജറ്റിംഗ്. ഇനി അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ അതൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇങ്ങനെ എത്രയെത്ര മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊന്ന്, വാട്ട് ഈസ് മെന്റ് ബൈ എ ഫ്രീ റെയിൻ ലീഡർ? നേതൃത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇതുള്ളത്. ലീഡർഷിപ്പിനെ കുറിച്ച്, കാരണം ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് ആണ്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ലീഡർഷിപ്പ് എന്ന ടോപ്പിക്ക് നോക്കുക. അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ കീഴിൽ, ലീഡർഷിപ്പിൻ്റെ കീഴിൽ പലതരം ലീഡർമാർ എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നിടത്താണ് ഈ ഉത്തരം നമ്മൾ പറയുന്നത്. എന്താണ് ഫ്രീ റെയിൻ? ഫ്രീ റെയിൻ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്രീഡം തങ്ങളുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന തരത്തിലുള്ള ലേസിസ് ഫെയർ എന്ന നയം പിന്തുടരുന്ന നേതാക്കന്മാരാണ്. ലേസിസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീഡമാണ് ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് സ്വന്തമായി തീരുമാനമെടുക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകുന്നതാണ്. മിനിമം ഇൻ്റർഫറൻസ് ആണ് മേലധികാരിയുടെ ഭാഗത്ത് നിന്ന് താഴെയുള്ള ജീവനക്കാർ അവരുടെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ചെയ്യുകയുള്ളൂ. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരം താഴെയുള്ള സബോർഡിനേറ്റ്സിന് നൽകുന്ന തരത്തിലുള്ള സുപ്പീരിയർമാരുടെ ആ നയത്തെ ലേസിസ് ഫെയർ പോളിസി എന്നോ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് പോളിസി എന്നോ പറയാം. മൂന്നാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം 6 സിഗ്മ. നേരത്തെ ഞാൻ പറഞ്ഞു 6 സിഗ്മ എന്നുള്ളത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 100% ആക്യുറസിയോട് കൂടിയിട്ട് ക്വാളിറ്റി സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്, മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇത് എയിം ചെയ്യുന്നത് ഡിഫക്റ്റുകൾ പരമാവധി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോസസ്സ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡിങ് പ്രോസസ്സ് ആണെങ്കിലും അത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയുള്ള രീതിയാണ് 6 സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ വെർട്ടിക്കൽ കോർഡിനേഷൻ. വെർട്ടിക്കൽ കോർഡിനേഷൻ റെഫേഴ്സ് ടു കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആ ഹൈറാർക്കിക്കൽ ചെയിനില്ല, മേൽ മുതൽ താഴെ വരെയുള്ള വിവിധ തലങ്ങൾക്കിടയിൽ ഏകോപനം സാധ്യമാക്കുക എന്നതാണ് വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കാരണം മുകളിൽ നിന്ന് താഴോട്ട് ഉള്ളത് എന്ന അർത്ഥത്തിലാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അതായത് ടോപ്പ്, മിഡിൽ, ലോവർ, ഇങ്ങനെയാണല്ലോ 3 വെർട്ടിക്കൽ ലെവലുകൾ മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ അവർക്കിടയിലുള്ള ഏകോപനത്തെക്കുറിച്ചാണ് ഈ വെർട്ടിക്കൽ കോർഡിനേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. 5, ബ്രീഫ്ലി സ്റ്റേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് മാനേജീരിയൽ റോൾസ്. മാനേജീരിയൽ റോൾസ് എന്ന കോൺസെപ്റ്റ് വ്യക്തമാക്കാമോ? മാനേജർക്ക് ചെയ്യാനുള്ള ഭാഗധേയം അഥവാ പങ്ക്, അദ്ദേഹം നിർവഹിക്കേണ്ട ഡ്യൂട്ടി, കടമ, അതാണ് മാനേജീരിയൽ റോൾ. Managerial roles are the various functions performed by managers like planning, organizing, leading, controlling to achieve organizational goals. ഇതെന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജർമാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എസ്പ്രിദേക്കോ അഥവാ ഹെൻറി ഫയോൾ 14 മാനേജ്മെൻറ്റ് തത്വങ്ങൾ പറയുന്നുണ്ട്. അതിൽ 14-മത്തെയാണ് ഐക്യമത്യം മഹാബലം, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അതാണ് എസ്പ്രിദേക്കോ. ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. ഇതിൻ്റെ ശരിയായ ഉച്ചാരണം പോലും ഇങ്ങനെയല്ല. പക്ഷേ എഴുതുമ്പോൾ സ്പെല്ലിങ് എസ്പിരിറ്റ് ഡെ കോർപ്സ് എന്നൊക്കെ എഴുതണം. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതുമ്പോഴും അതിൻ്റെ ഉച്ചാരണം, പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയല്ല, അത് ഫ്രഞ്ച് പ്രൊണൗൺസിയേഷനാണ്. എസ്പ്രിദേക്കോ ഏകദേശം ഉച്ചാരണം അങ്ങനെയാണ്. ഇത് എൻ്റെ അർത്ഥം ഇതാണ്, എസ്പ്രിദേക്കോ മീൻസ് ടീം സ്പിരിറ്റ് എന്നാണ്. അതായത് ഐകമത്യം, അതായത് ഐക്യത്തോടുകൂടി എല്ലാവരും ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പണിയെടുക്കണം. അങ്ങനെ തൊഴിലാളികൾക്കിടയിൽ ഐക്യം പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം.
14 തത്വങ്ങൾ പറയുന്നു. ഡിവിഷൻ ഓഫ് വർക്ക്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, അതുപോലെ തന്നെ സ്കാലാർ ചെയിന്, ഇനീഷ്യേറ്റീവ്, അതുപോലെ തന്നെ ഫെയർ വേജസ്, ഫെയർ റെമ്യൂണറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന ലാസ്റ്റ് 14ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പ്രൂ ദേ കോയാണ്. ഹെൻറി ഫയോൾ എന്ന് പറയുന്ന മാനേജ്മെന്റ് വിദഗ്ധനാണ്, ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ മാനേജ്മെന്റ് സക്സസ്ഫുൾ ആയി നടപ്പിലാക്കണോ, ഈ 14 തത്വങ്ങൾ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതിൽ 14ാമത്തെ പോയിന്റ് ആണ് എസ്പ്രൂ ദേ കോ. ഇനി 7ാമത്തെ ചോദ്യം, ഡിഫൈൻ പ്ലാനിംഗ് പ്രിമൈസസ്. എന്താണ് പ്ലാനിംഗ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് സങ്കല്പങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെവിടെയാണ് പഠിക്കുന്നത്? പ്ലാനിംഗ് പ്രോസസ്സ് പഠിക്കാൻ നേരത്താണ്. അപ്പോൾ പ്ലാനിംഗ് എവിടെയാണ് വരുന്നത് ഓർക്കണം, മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻ പഠിക്കുന്ന നേരത്താണ്. മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻ പഠിക്കുന്ന നേരത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. അത് പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി നോക്കി. അവിടെ എന്താണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് എന്നാ പറയുന്നത്. പ്ലാനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ. അതിൽ ആദ്യം നമ്മൾ ലക്ഷ്യം നിശ്ചയിക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഡിഫൈനിങ് പ്ലാനിങ് പ്രൊമൈസസ് എന്ന് പറഞ്ഞൊരു സബ് ഹെഡ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്ലാനിങ് സങ്കല്പങ്ങൾ രൂപീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഭാവിയിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് ഇപ്പോഴേ മനസ്സിലൊരു ഇമാജിനേഷൻ നമ്മൾ കാണുന്നതാണ് പ്ലാനിങ് സങ്കല്പം രൂപീകരിക്കുക എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രൊമൈസസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. പ്ലാനിങ് പ്രൊമൈസസ് ആർ ദ അസംഷൻസ് ഓർ ഫോർകാസ്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ കണ്ടീഷൻസ് ഓൺ വിച്ച് പ്ലാൻസ് ആർ ബേസ്ഡ്. അതിനെ ബേസ് ചെയ്താണ് പ്ലാനിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി ഡിഫൈൻ ഓർഗനൈസിങ്. പ്ലാനിങ് കഴിഞ്ഞാൽ ഓർഗനൈസിങ് ആണ് രണ്ടാമത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഒന്നാമത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ പ്ലാനിങ് ആണ്, രണ്ടാമത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഓർഗനൈസിങ് ആണ്. എന്താണ് ഓർഗനൈസിങ്? ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് വർക്ക് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. അലോക്കേറ്റിംഗ് റിസോഴ്സസ്, വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് അസൈനിങ് ഡ്യൂട്ടീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റിയ രീതിയിൽ ഓരോ ജോലിക്കാരനും അവനവന്റെ വർക്ക് ഡിവൈഡ് ചെയ്ത് അവനെ ഏൽപ്പിച്ചു കൊടുക്കുക, അസൈനിങ് ഡ്യൂട്ടീസ് ആണ്. അതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അലോക്കേറ്റിംഗ് റിസോഴ്സ് ഉണ്ട്, ജോലി വർക്കാണ് ഓർഗനൈസ് ചെയ്യുന്നത്. എന്താണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് കഴിയാറുണ്ട്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ക്രമമായി അടുക്കിച്ചയച്ചു വെക്കുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ഓർഗനൈസ്ഡ് മാനറിൽ ചെയ്യണമാണ് എന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കീഴ് ജീവനക്കാരന് മാനേജർ എന്ന നിലയിൽ നമ്മുടെ കീഴ് ജീവനക്കാർക്ക് വർക്കുകൾ, ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് വർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, സ്ഥാപനത്തിന്റെ മെഷീനറി സുസജ്ജമാക്കി നിലനിർത്തുക. വർക്ക് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി ഇണക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഇല്ലെങ്കിലും വർക്കിംഗ് മെഷീനറി അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളും എന്നുള്ളതാണ്. ഇനി അടുത്തത്, വാട്ട് ആർ സ്റ്റാൻഡിംഗ് പ്ലാൻസ്? പ്ലാനുകൾ പലതരമുണ്ട്. അതിൽ ഒരു പ്ലാനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ പെർമനന്റ് പ്ലാൻസ്. സ്റ്റാൻഡിംഗ് പ്ലാനുകൾ എന്ന് പറയുന്നത് പെർമനന്റ് പ്ലാനുകളാണ്. യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഓവർ ടൈം. ആവർത്തിച്ച് ഉപയോഗിക്കാവുന്ന പ്ലാനുകളാണ്. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം ടേബിൾ പോലും ഒരു സ്റ്റാൻഡിംഗ് പ്ലാനാണ്. കാരണം അത് തിങ്കളാഴ്ച ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയും ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ആ ടൈമിൽ മുഴുവനുമോ അല്ലെങ്കിൽ ആ വർഷം മുഴുവനുമോ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ. എല്ലാ തവണയും അത് തന്നെ ആവർത്തിച്ച് പലതവണ ഉപയോഗിക്കാൻ കഴിയും. കുറേ നാളത്തേക്കെങ്കിലും അത് സ്റ്റാൻഡിംഗ് ആയി നിൽക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നയങ്ങൾ, പോളിസികൾ സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. ഒരു ഗവൺമെൻറ് 5 വർഷത്തേക്കാണ് കയറുന്നതെങ്കിൽ 5 വർഷം ഗവൺമെൻറ് തീരുന്നവരെയും പോളിസികൾ അങ്ങനെ മാറ്റാറില്ല. അത് സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. പ്രൊസീജിയർ എന്ന് വെച്ചാൽ നടപടിക്രമങ്ങളാണ്. അത് ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള അതിൻ്റെ ക്രമം പറയുന്നതാണ്. അതും പലപ്പോഴും എന്ത് ചെയ്യുന്നു, മാറ്റാറില്ല. അത് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ. പ്രൊസീജിയർ എപ്പോഴും അതേപോലെ തന്നെ ഒരു സർജറിക്ക് വേണ്ടി ഒരു പേഷ്യൻറ്റിൻ്റെ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുൻപ് കുറേ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറുകളൊക്കെ എന്ത് ചെയ്യുന്നു, മാറ്റാറില്ല. അതെപ്പോഴും എന്ത് ചെയ്യുന്നു, അതേപടി തന്നെ പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ റൂൾസ്, ചട്ടങ്ങൾ, നിയമങ്ങളും സ്ഥാപനത്തിൽ മാറ്റാറില്ല. അതൊക്കെ സ്ഥിരമായിട്ട് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് ആൻ ഓർഗനൈസേഷൻ മാനുവൽ? ഒരു ഓർഗനൈസേഷൻ മാനുവൽ എന്താണ് എന്ന് മറ്റൊന്നുമല്ല. മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രേഖാമൂലം എഴുതി തയ്യാറാക്കിയ ഡോക്യുമെൻ്റാണ് മാനുവൽ. അതിനകത്ത് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഘടന എന്താണ്, കടമ എന്താണ്, അതോറിറ്റി എന്താണ്, നടപടിക്രമങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ഡിഫൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ഷോയിങ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എന്നിവ കാണിക്കുന്ന ഘടനയാണ്. ആരുടെ മേധാവി, ആരുടെ സബോർഡിനേറ്റ് തുടങ്ങിയവ വ്യക്തമാക്കുന്ന ഒരു ഹൈരാർക്കിക്കൽ പ്ലാൻ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ബന്ധങ്ങളുടെ ഒരു ഫ്രെയിംവർക്ക് ആണെന്ന് പറയാം. ആർക്ക് ആരോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു,
ആരൊക്കെ ആരുടെ സഹപ്രവർത്തകരാണ്, ആരാരുടെ മേധാവിയാണ്, ആരാരുടെ കീഴിൽ വരുന്നു, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു ചാർട്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടനാ ഘടന. അതിൻ്റെ ഒരു ചാർട്ട് പ്രിൻ്റ് ചെയ്ത് ചിലപ്പോൾ ഓഫീസിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ സ്റ്റാഫിന് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആരാരുടെ എന്താണ് സുപ്പീരിയർ ആണ്, സബോർഡിനേറ്റ് ആണ് എന്ന റിലേഷൻ വരച്ച് കാണിച്ചിട്ടുള്ള ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഇതുപോലും ചില ഓഫീസുകളിൽ വെച്ചിട്ടുണ്ടാവും. ഇനി ഡിഫൈൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾ. സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ വർക്ക് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിന് വേണ്ടുന്ന സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക, പിന്നെ ഡയറക്റ്റിംഗ് പണികൾ, നിർദ്ദേശം നൽകുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്യുന്ന എന്തിനാ? സ്ഥാപനത്തിൻ്റെ ആ പൊതു ലക്ഷ്യം, കോമൺ ഗോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള പ്രക്രിയയാണ്, അപ്പോൾ ആ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. വാട്ട് ഈസ് മെൻ ബൈ പോസ്റ്റ് കോർബ്? പോസ്റ്റ് കോർബ് എന്ന് വെച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. പണ്ട് കാലത്ത് ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് കോർബ് എന്നുള്ളതായിരുന്നു പണ്ട് കാലത്ത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിങ്ങും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ചുരുക്കപദം അഥവാ അക്രോണിം ആണ് പോസ്റ്റ് കോർബ് എന്ന്. അപ്പോൾ പി ഫോർ പ്ലാനിങ്, O ഫോർ ഓർഗനൈസിങ്, S ഫോർ സ്റ്റാഫിംഗ്, D ഫോർ ഡയറക്റ്റിംഗ്, CO ഫോർ കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ, ആൻഡ് R ആൻഡ് B ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇങ്ങനെയാണത്. ഓക്കെ, അപ്പം ഇത് പക്ഷേ മോഡേൺ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിനെയും ബഡ്ജറ്റിങ്ങിനെയും ഉൾപ്പെടുത്തുന്നില്ല. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് ജോലികളായിട്ട് മാനേജർ ഇപ്പോൾ 5 ജോലി ചെയ്താൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, തീർന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിങ്ങും വേണ്ട. കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ ഒറ്റ വാക്കായിട്ട് ആണ് ഇപ്പോൾ മോഡേൺ മാനേജ്മെൻറ്റ് പറയുന്നത്. ഇനി വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എ സയൻസ്? മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രമാണ്. ഡെഫിനറ്റ്ലി യെസ്, മാനേജ്മെൻറ്റ് ശാസ്ത്രമാണ്. പക്ഷേ 100% പൂർണ്ണതയുള്ള ശാസ്ത്രമല്ല. അത് എക്സാക്റ്റ് സയൻസ് അല്ല, ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. അത് കംപ്ലീറ്റ് സയൻസ് അല്ല, പാർഷ്യൽ സയൻസ് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയാം. പ്യുവർ സയൻസ് അല്ല, അത് ഏതാണ്ട് ഭാഗികമായിട്ടുള്ള സയൻസ് ആണെന്ന് പറയാം. സോ മാനേജ്മെൻറ്റ് ഈസ് പാർഷ്യലി എ സയൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾസ്. കാരണം സയൻസ് ആണോ അതിന് പ്രിൻസിപ്പിൾസ് വേണം. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിന് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ എക്സാക്റ്റ് സയൻസ്. പക്ഷേ എക്സാക്റ്റ് സയൻസ് ആണോ? അല്ല, ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. ആസ് ഹ്യൂമൻ ബിഹേവിയർ ഡിഫേഴ്സ്. എന്താ അതിന് കാരണം? എക്സാക്റ്റ് സയൻസ് ആക്കുന്നതിനുള്ള തടസ്സം എന്താ? എക്സാക്റ്റ് സയൻസ് ആക്കാൻ പറ്റില്ല, കാരണം മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സയൻസിന് വേണ്ടി 100% കൃത്യതയുള്ള റിസൾട്ടാണ്. 100% കൃത്യതയുള്ള റിസൾട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റില്ല നമുക്ക് മാനേജ്മെൻറ്റിന്. കാരണം എന്താണ്? മനുഷ്യരെ വെച്ചിട്ടാണ് മാനേജ്മെൻറ്റ് പണികൾ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതല്ലാണ്ട് യന്ത്രങ്ങളെ വെച്ചുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ക്യാരക്ടർ, സ്വഭാവം ഒക്കെ മാറിപ്പോവാം. അതുകൊണ്ട് 100% റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അടുത്തത് ഡിഫൈൻ കൺട്രോൾ. കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് പെർഫോമൻസ്, കമ്പയറിംഗ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതടക്കമാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലോങ് ആൻസർ ആണ്. കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും കോൺസെപ്റ്റ് എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനുകളും പോളിസികളും എക്സിക്യൂട്ട് ചെയ്യുകയും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുകയുമാണ്. അതിൽ ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും എല്ലാം വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഭരണപരമാണ് കാര്യങ്ങൾ. എക്സിക്യൂട്ടീവ് അല്ല, എക്സിക്യൂട്ടിംഗ് ഫംഗ്ഷൻ അല്ല, നയപരമാണ്, ഭരണപരമാണ്. ഒരുപക്ഷെ ഒരു ഓഫീസ് ക്യാബിനിൽ ഇരുന്നുകൊണ്ടും നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയങ്ങൾ രൂപീകരിക്കുക, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബ്രെയിനിൽ ചിന്തിക്കുക. തലച്ചോറിലാണ് അഡ്മിനിസ്ട്രേഷൻ വർക്കിൻ്റെ കൂടുതൽ ഭാഗവും തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്. ഇറങ്ങി നടന്നുകൊണ്ടുള്ള പണി കുറവാണ്. പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുക. ഇതൊക്കെയാണ് ഭരണപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓടി നടക്കേണ്ട മാനേജർ. പക്ഷേ മാനേജ്മെൻറ്റിൽ അങ്ങനെയല്ല. മാനേജ്മെൻറ്റിൽ എന്ന് പറയുന്നത് ഓടി നടക്കേണ്ടി വരും. ചിലപ്പോൾ സൂപ്പർവൈസേഴ്സിനെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ചിലപ്പോൾ സൂപ്പർവൈസേഴ്സിന് പണിക്കാരുടെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇറങ്ങി നടന്നുകൊണ്ടുള്ള പ്രവർത്തനം കുറച്ചെങ്കിലും ഉണ്ട് മാനേജ്മെൻറ്റിൽ. ഓക്കെ, പണിക്കാരുടെ സംബന്ധിച്ച് അവർ വർക്ക് ചെയ്യേണ്ടത് മുഴുവനും വർക്കേഴ്സാണ്. സോ 2-3 തലമുണ്ട്. അപ്പോൾ ടോപ്പ് മാനേജർമാരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. താഴോട്ട് വരുന്തോറും, പ്രത്യേകിച്ച് സൂപ്പർവൈസറി ലെവലിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് ഭാഗത്തിനാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. വർക്കേഴ്സ് ഇത് രണ്ടും ചെയ്യേണ്ട, അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട, മാനേജ്മെൻറ്റ് പണി ചെയ്യേണ്ട. അവർ പണിയെടുത്തേച്ചാൽ മതി. പണി ചെയ്യുന്നത് പണി എടുപ്പിക്കുന്നതല്ല. വർക്ക് എടുക്കുക എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റും തമ്മിലിപ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ? തീർച്ചയായും ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ പോളിസി മേക്കിംഗ് ആണ്, നയരൂപീകരണമാണ്. പക്ഷേ ആ രൂപീകരിച്ച നയം നടപ്പിലാക്കലാണ് മാനേജ്മെൻറ്റിൻ്റെ പണി.
അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവലിലുള്ള മാനേജർമാരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ ലോവർ ലെവലിലെ സൂപ്പർവൈസർമാരും മിഡിൽ മാനേജർമാരും ഒക്കെയാണ് മാനേജ്മെൻറ്റ് പണിക്ക് വേണ്ടി ഓടേണ്ടത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഒരു തിങ്കിങ് ഫംഗ്ഷനാണ്, അതാണ് ഓർക്കേണ്ടത്. എന്നാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് ഫംഗ്ഷനാണ്, പ്രവൃത്തി ചെയ്യുന്ന പണിയാണ്. സോ കൺക്ലൂഡ് ചെയ്ത് നമുക്കിങ്ങനെ പറയാം, അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനത്തിൻ്റെ ഗോൾ സെറ്റ് ചെയ്യുന്നു, പക്ഷേ മാനേജ്മെൻറ്റ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്നു. ഇതാണ് നമ്മൾ 16 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ